പാലും പഴം ഒന്നിച്ച് കണ്ടാൽ അപ്പം ചോദിക്കും ഇന്നെന്താ ഉണ്ടാക്കുന്നത് സാബൂനരിയാണോ? ഈ പാൽവഴക്കെന്ന് നമ്മൾ ഓമനപ്പേരിട്ട് വിളിക്കുന്ന സാബൂനരി, ആ സാധനം. ഞാൻ പറഞ്ഞു ഇന്ന് സാബൂനരി അല്ല, വേറൊരു സാധനം. ഉണ്ടാക്കാനാണെങ്കിലോ ഈസി, ടേസ്റ്റിലാണെങ്കിലോ ഒരു ക്യൂട്ട് സാധനം. ഈ പാലും പഴം ഒന്നിച്ച് കണ്ടാലും അതിനൊന്ന് മിക്സാക്കി സാബൂനരി ആക്കാനും എനിക്കൊരു പ്രത്യേക ഫീലാണ്. നിങ്ങൾക്ക് എങ്ങനെയാണെന്നാവും. ഇനി എന്തായാലും ഇവരുടെയൊക്കെ ഒരു അണ്ടർ എസ്റ്റിമേഷൻ ഉണ്ടല്ലോ, പാലും പഴവും കണ്ടാലും ഉമ്മക്ക് സാബൂനരി മാത്രം ഉണ്ടാക്കാൻ പറ്റൂ എന്നാലും അണ്ടർ എസ്റ്റിമേഷൻ, അതൊന്ന് മാറ്റി കൊടുക്കാമല്ലോ. എന്താ, ശരിയല്ലേ? ഇനി ഇതെങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ഇതിനായിട്ട് നന്നായിട്ട് പഴുത്ത പഴം തന്നെ നോക്കിയെടുക്കുക കേട്ടോ. അല്ലെങ്കിൽ ഇത് നന്നായിട്ട് പഴുക്കാത്ത പഴമാകുമ്പോൾ അത് ഒന്ന് ഉടഞ്ഞ് കിട്ടാൻ ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ അതുകൊണ്ട് നന്നായിട്ട് പഴുത്ത പഴം തന്നെ നോക്കിയെടുക്കുക. നന്നായിട്ട് പഴുത്ത പഴം നെയ്യിൽ പഞ്ചസാര ഇട്ട് വഴറ്റി അതിലേക്ക് റവയും പാലും കൂടെ ആഡ് ചെയ്ത് ഒന്ന് വേവിച്ചെടുക്കാം. നന്നായിട്ട് പാലൊക്കെ ഒന്ന് വറ്റി പോകാണ്ട്. എന്നിട്ട് ചൂടാറിയ ശേഷം ഇത് നമുക്ക് വേറൊരു ബൗളിലേക്ക് മാറ്റി ഒന്ന് ചൂടാറിയ ശേഷം കയ്യിൽ എണ്ണ പുരട്ടി, എണ്ണയോ അല്ലെങ്കിൽ നെയ്യോ പുരട്ടി ചെറിയ ബോൾസാക്കി മാറ്റാം. മിക്സ് എല്ലാം ചെറിയ ബോളുകളാക്കി മാറ്റിയതിന് ശേഷം നമുക്കിത് ആവിയിൽ പുഴുങ്ങിയെടുക്കാം. ആവിയിൽ പുഴുങ്ങിയെടുക്കുന്നത് നന്നായിട്ട് സോഫ്റ്റ് ആവാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ഒരു 5 മിനിറ്റ് ആവിയിലൊന്ന് വേവിച്ചെടുത്താൽ മതി. ഇപ്പോൾ കണ്ടോ, ഇത് നന്നായിട്ട് സോഫ്റ്റായി വന്നിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് മാറ്റാം. ഇനി എത്രയാണോ ഉണ്ടാക്കാൻ ഉദ്ദേശിക്കുന്നത് അത്രയും ക്വാണ്ടിറ്റി നിങ്ങൾക്ക് പാലെടുക്കാം. അതിലേക്ക് ആവശ്യത്തിന് പഞ്ചസാരയും, ഞാനിവിടെ ഇത്തിരി പഞ്ചസാര ചേർത്തിട്ടുള്ളൂ, കാരണം എനിക്കിവിടെ ഞാൻ മിൽക്ക് മെയ്ഡ് ഉപയോഗിക്കുന്നുണ്ട്. ഇനി നിങ്ങൾ മിൽക്ക് മെയ്ഡ് ഉപയോഗിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ എത്രയാണോ മധുരത്തിന് ആവശ്യം അത്രയും പഞ്ചസാര ഇട്ടോ. ഇനി ഇതിലേക്ക് ഇത്തിരി ഏലക്കാപ്പൊടിയും പിന്നെ മധുരം ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇത്തിരി ഉപ്പും ചേർക്കാം. അതിലേക്ക് നമ്മൾ നേരത്തെ വേവിച്ച് വെച്ചിട്ടുള്ള ഈ ബോൾസൊക്കെ ഒന്ന് ഇട്ടൊന്ന് ഇളക്കി, നന്നായിട്ടൊന്ന് ഇളക്കി. ഇനി ഒരു ടീസ്പൂൺ കോൺഫ്ലോർ എടുത്ത് കുറച്ച് പാലിൽ അല്ലെങ്കിൽ വെള്ളത്തിലോ കലക്കിയിട്ട് ഈ കൂട്ടിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അതൊന്ന് കുറുകി കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് ഒന്ന് കുറുകി വരുമ്പോൾ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. അപ്പോൾ നമ്മുടെ ഈ പാലും പഴവും വെച്ചിട്ടുള്ള ഒരു സ്വാദിഷ്ടമായിട്ടുള്ള വേറൊരു വിഭവം റെഡിയായി. ഇപ്പോൾ ഒട്ടും സമയം കളയേണ്ട, നിങ്ങളെല്ലാവരും ഇപ്പോൾ തന്നെ വേഗം ഉണ്ടാക്കി നോക്കിക്കോ. പാലും പഴവും വീട്ടിലെ സ്ഥിരം താമസക്കാരല്ലേ. പാലും പഴവും പിന്നെ റവയുടെ കാര്യത്തിലാണെങ്കിലോ, റവ വീട്ടിൽ കറണ്ടില്ലാത്ത ദിവസം രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് എപ്പോഴും ഉപ്പുമാവാണ്. ഈ പാലും പഴവും റവയും വീട്ടിൽ എപ്പോഴും ഉള്ള സാധനം ആയതുകൊണ്ട് തന്നെ ഇത് ഉണ്ടാക്കി നോക്കാം. എപ്പോൾ തോന്നുന്നോ അപ്പോൾ തന്നെ നമുക്ക് ഉണ്ടാക്കി നോക്കാം. വേഗം ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായങ്ങൾ പറയുക.